അങ്ങനെ ഞങ്ങൾ ഓഹോ ബീച്ചിൽ എത്തിയിട്ടാ. ഈ ട്രിപ്പും സ്പോൺസർ ചെയ്തത് അരുൺ സ്മോക്കി തന്നെയാണ്. മുന്നും ഞങ്ങൾ കോയമ്പത്തൂർ ഇഷയിലേക്കും മലമ്പുഴ ഡാമിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതും സ്പോൺസർ ചെയ്തത് അരുൺ സ്മോക്കി തന്നെയായിരുന്നു. പിന്നെ നിധി ജനിച്ച അവളുടെ രണ്ടാമത്തെ ട്രിപ്പും കൂടിയാണിത്. നല്ലൊരു വൈബ് തന്നെയാണ് കേട്ടോ അവിടെ. എവിടെ? ഇതാണ് മറ്റേ ബീച്ച്, വൈറൽ ബീച്ച്, വാഗ ബീച്ച്. അല്ല ഓഹോ ബീച്ച്. വാഹയാണോ ഓഹയാണോ? ഓഹോ. ആഹാ, നമുക്ക് പോയാലോ? ഷാപ്പിക്ക് പോയാലോ? അല്ലെങ്കിൽ അത് കിട്ടില്ല, ഇത് നടക്കില്ല. പോവാ പോവാ പോവാ.
ഷൂ കഴുകണോ? കടലിലത്തെ ഓർമ്മയ്ക്ക് മണൽ കൊണ്ടു നീ. ആ അങ്ങോട്ട് പോ. അങ്ങനെ അവിടെ നിന്ന് സൺസെറ്റൊക്കെ കണ്ട് ഇറങ്ങി. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് കള്ള് ഷാപ്പിൽ പോകാനാണ് സ്മോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല പോലെ ബ്ലോക്ക് കിട്ടിയ കാരണം കൊണ്ട് തന്നെ ആദ്യം കുണ്ടോളിക്കടവ് കള്ള് ഷാപ്പിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നേരം വൈകിയതുകൊണ്ട് തന്നെ ഫുഡൊക്കെ ഒരുവിധം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ താമരപ്പാടം ചായക്കട എന്നാണ് പേരെങ്കിലും ചായക്കടയല്ല, കള്ള് ഷാപ്പ് തന്നെയാണ്. അവിടെ നിന്ന് പൊറോട്ടയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നല്ല ടേസ്റ്റ് വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ സ്മോക്കി പറഞ്ഞു അതിനി കഴിക്കേണ്ട, നമുക്ക് വേറെ സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഒക്കെ ബാക്കി വെച്ചു. കുറച്ച് പേരൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ കുറച്ച് പേരൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു ഹോട്ടലിൽ കയറി കുറേ പേർക്ക് മസാല ദോശയും പിന്നെ ഫ്രൈഡ് റൈസും ഒക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അങ്ങനെ ഇപ്രാവശ്യത്തെ ട്രിപ്പ് അങ്ങനെ കഴിഞ്ഞു. സമയം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ. അങ്ങനെ ഇപ്രാവശ്യത്തെ ഓണത്തിൻ്റെ വെക്കേഷൻ ഇങ്ങനെ നല്ലൊരു ഫാമിലി ട്രിപ്പായിരുന്നു.